കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ആ കഥയുടെ പേരാണ് അമ്മയാടും കുഞ്ഞുങ്ങളും. പണ്ട് പണ്ടിലേക്കൊരമ്മയാടുണ്ടായിരുന്നു. ആ അമ്മയാടിന് 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം അമ്മയാട് തീറ്റ തേടാൻ പോവുകയായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ, ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത്. ഞാൻ വന്ന് വിളിച്ചാൽ മാത്രം വാതിൽ തുറന്നാൽ മതി. എന്നിട്ട് കുഞ്ഞുങ്ങൾ ചോദിച്ചു, അമ്മയാണ് വിളിക്കുന്നവരൊക്കെ എങ്ങനെ മനസ്സിലാവും? അപ്പോൾ അമ്മയുടെ മറുപടി പറഞ്ഞു, ഞാൻ വന്നൊരു പാട്ട് പാടാം. ആ പാട്ട് കേട്ടാൽ നിങ്ങൾ വാതിൽ തുറന്നാൽ മതി. എന്നിട്ട് ഈ പാട്ട് പാടി. പുഞ്ഞാര മക്കളെ, തലനീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നൊരമ്മതൻ പൂക്കളെ, സാക്ഷായിടുക്കുവിൻ വാതിൽ തുറക്കുവിൻ, സാക്ഷാത് നന്ദിയ ഉള്ളിൽ കടത്തുവിൻ. എന്നിട്ട് അമ്മയാട് തീറ്റ തേടാൻ പോയി. കുഞ്ഞുങ്ങൾ വാതിലടച്ചു സാക്ഷിയിട്ടു. അമ്മയോട് പറയുന്നതെല്ലാം വീടിന്റെ അടുത്തുള്ള വലിയ ഞാവൽ മരത്തിന്റെ താഴെ നിന്നൊരു കുറുക്കൻ കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുറുക്കൻ വന്ന് വാതിൽ മുട്ടി. എന്നിട്ട് ഈ പാട്ട് പാടി. പുഞ്ഞാര മക്കളെ, തലനീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നൊരമ്മതൻ പൂക്കളെ, സാക്ഷായിടുക്കുവിൻ വാതിൽ തുറക്കുവിൻ, സാക്ഷാത് നന്ദിയ ഉള്ളിൽ കടത്തുവിൻ. അത് കേട്ടതും കുഞ്ഞുങ്ങൾ സാക്ഷാ നീക്കി വാതിൽ തുറന്നു. കുറുക്കനെ കണ്ടതും കുഞ്ഞുങ്ങൾ ശുദ്ധറി ഓടാൻ തുടങ്ങി. കുറുക്കൻ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചു മിനുങ്ങി ദൂരെ ഓടിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൈനിറയെ പലഹാരമായി അമ്മയുടെ തിരിച്ചെത്തി. എന്നിട്ട് പാട്ട് പാടി. പുഞ്ഞാര മക്കളെ, തലനീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നൊരമ്മതൻ പൂക്കളെ, സാക്ഷായിടുക്കുവിൻ വാതിൽ തുറക്കുവിൻ, സാക്ഷാത് നന്ദിയ ഉള്ളിൽ കടത്തുവിൻ. വാതിൽ തുറന്നില്ല. അമ്മയുടെ വാതിൽ മുട്ടി. വാതിൽ തുറന്നു. അമ്മയുടെ കുറുക്കന്റെ കാൽപ്പാടുകൾ കണ്ടു. കാരണം ഞാവൽ മരത്തിന്റെ താഴെ നിറയെ ചെളിയാണ്. കുറുക്കൻ അതിൽ ചവിട്ടാൻ അകത്ത് കയറിയത്. അതുകൊണ്ട് കുറുക്കന്റെ കാൽപ്പാടുകൾ നിലത്ത് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയുടെ മനസ്സിലായി തന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചത് കുറുക്കനാണെന്ന്. അമ്മയുടെ കുറുക്കന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് കുറുക്കൻ സ്ഥലത്തെത്തി. അമ്മേനെ കണ്ടതും കുറുക്കൻ ഓടാൻ തുടങ്ങി. അമ്മയുടെ ഓടി വന്നു കുറുക്കന്റെ വാൽ കുത്തി. കുറുക്കന്റെ വാൽ പൊളിഞ്ഞു. കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. അമ്മയുടെ കുഞ്ഞുങ്ങൾ ഓടി രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, ഏതാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ മാതാപിതാക്കളുണ്ട്. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ പറയുന്നതെല്ലാം അനുസരിച്ച് വളരണം. നന്ദി. അസ്സലാമു അലൈക്കും. ശുക്രൻ.